എല്ലാവർക്കും ആത്മനമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 23. പൃഥുമഹാരാജാവ് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അദ്ദേഹം വാർദ്ധക്യം എത്തി എന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ പുത്രന്മാരെ ഭരണം ഏൽപ്പിച്ച് ഭൂമിയുടെ സംരക്ഷണം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് പത്നിയോടൊപ്പം തപോവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് വളരെ ശക്തമായ രീതിയിൽ ആ വ്രതാനുഷ്ഠാനങ്ങൾ, ആ വാനപ്രസ്ഥ ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചത്. അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങൾ ഭരണത്തിൽ കാണിച്ചിരുന്ന അതേ വ്യഗ്രതയോടുകൂടി, അതേ താല്പര്യത്തോടു കൂടി തന്നെ കഠിന തപസ്സും ആരംഭിച്ചു. ആദ്യം ചെറിയ ചെറിയ ഫലങ്ങളും വൃക്ഷത്തിൻ്റെ വേരുമൊക്കെ ആയിട്ടാണ് കഴിച്ചിരുന്നത്. പിന്നെ ഉണങ്ങിയ ഇലകൾ, പിന്നീട് ജലം, പിന്നീട് വായു മാത്രം, അതായത് പ്രാണവായു മാത്രം ശ്വസിച്ച് ഭക്ഷണമില്ലാത്ത ഒരവസ്ഥയിലേക്കെത്തി. അങ്ങനെ കഠിനമായ ആ തപസ് അനുഷ്ഠിച്ചുകൊണ്ട്, അതായത് ശരീരത്തിന് ചൂട്, ഉഷ്ണം, തണുപ്പ്, അതിനെയൊക്കെ തരണം ചെയ്യാവുന്ന രീതിയിൽ ആ ഒരു സമചിത്തത മനസ്സിന് വന്നു. ഇതൊന്നും ശരീരത്തെ ബാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആ പ്രാണശക്തിയെ മൂലാധാരത്തിൽ നിന്നും ഉയർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രയിലേക്കും തുടർന്ന് അതിനെ സഹസ്രാര പത്മത്തിലേക്ക് വരെ കൊണ്ടെത്തിച്ചു. ആ പ്രാണശക്തിയെ എന്ന് വെച്ചാൽ ശിവനും ശക്തിയും ഒന്നായി എന്നർത്ഥം. അപ്പോൾ അതിനുശേഷം ആ ശരീരത്തെ, ഭൗതിക ശരീരത്തെ ഭൂമിയോട് യോജിപ്പിച്ചു. പ്രാണവായുവിനെ പഞ്ചഭൂതങ്ങളിലെ വായു ഉണ്ടല്ലോ, ആ വായുവിലേക്ക് പ്രാണവായുവിനെ ലയിപ്പിച്ചു. ശരീരത്തിൻ്റെ ആ ചൂടിനെ പഞ്ചഭൂതങ്ങളിലെ അഗ്നിയിലേക്കും ലയിപ്പിച്ചു. അത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കി. ശ്ലോകം 16. കാനി ആകാശേ ദ്രവം തോയേ യഥാസ്ഥാനം വിഭാഗശഃ ക്ഷിതിം അംബസി തത് തേജസി അധഃ വായൗ നഭസി അമും. ഖാനി അതായത് ഇന്ദ്രിയങ്ങളെ ആകാശേ, പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിലേക്ക് ലയിപ്പിച്ചു. അപ്പോൾ പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. അപ്പോൾ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളെ അതാത് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ചൂടിനെ, ശരീരത്തിലെ ആ ചൂടിനെ അഗ്നിയിലേക്കും ഇന്ദ്രിയങ്ങളെ ആകാശത്തിൻ്റെ തന്മാത്രകളിലേക്കും ലയിപ്പിച്ചു. ഇനി ദ്രവം, ശരീരത്തിൻ്റെ ഉള്ളിലെ ജലം ഉണ്ടല്ലോ, അതായത് ദ്രാവകം, അതിനെ തോയെ, പഞ്ചഭൂതങ്ങളിലെ ജലത്തിലേക്ക് ലയിപ്പിച്ചു. ഇങ്ങനെ യഥാസ്ഥാനം ഓരോന്നിനെയും അതാതിൻ്റെ സ്ഥാനത്ത് വിഭാഗശഃ, എന്തിൽ നിന്നും വിഭജിക്കപ്പെട്ടിട്ടാണോ ഓരോ ശരീരാവയവങ്ങളും ഉണ്ടായത്, ശരീരത്തിൻ്റെ ചൂട്, ദ്രവം, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഉണ്ടായത് എന്തിൽ നിന്നും വിഭജിക്കപ്പെട്ടിട്ടാണോ ഉണ്ടായത് അതേ സ്ഥാനത്തേക്ക് തന്നെ ലയിപ്പിച്ചു. അതാണ് യഥാസ്ഥാനം വിഭാഗശഃ. വിഭജിക്കപ്പെട്ടുണ്ടായതിനെയൊക്കെ അതാത് സ്ഥാനത്തിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെ ലയിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ഷിതിം, ആ പഞ്ചഭൂതം ഉണ്ടല്ലോ, അതായത് പൃഥുമഹാരാജാവിന് ക്രമമുക്തിയാണ് വരുന്നത്. പതുക്കെ എന്തിൽ നിന്നാണോ ശരീരം ഉണ്ടായത് ആ വഴി തന്നെ തിരിച്ചു പോവുക. അപ്പം മഹത്തത്വം, അഹങ്കാരതത്വം, അത് മൂന്നായി പിരിഞ്ഞു. സത്വരജ തമോ, അതിൽ താമസിക അഹങ്കാരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ, അതിൽ നിന്നുമാണല്ലോ പിന്നീട് ഇന്ദ്രിയങ്ങളും ശരീരങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതേ പടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ശരീരത്തിൻ്റെ എല്ലാ ചൂട്, അതിൻ്റെ ദ്രവം, ഇതിനെയൊക്കെ അതാത് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിച്ചിട്ട് ഇനി പഞ്ചഭൂതങ്ങൾ തിരിച്ചു പോണ്ടേ. ഏറ്റവും അവസാനം ഉണ്ടായത് ഭൂമിയാണ്. അതാണ് ക്ഷിതി. ഭൂമിയെ അംബസി, അതിൻ്റെ തൊട്ട് മുകളിലുണ്ടായ ഭൂതമേതാണ്? പഞ്ചഭൂതങ്ങളിൽ നാലാമതുണ്ടായത് ജലത്തിലേക്ക്. അപ്പോൾ ശരീരത്തെ ഭൂമിയിൽ ലയിപ്പിച്ചിട്ട് ഭൂമിയുടെ
പഞ്ചഭൂതങ്ങളിൽ ഭൂമി ഇല്ലാണ്ടാവാന്നല്ല അർത്ഥം. അതിൻ്റെ സൂക്ഷ്മ രൂപത്തെ ജലത്തിലേക്കും ജലത്തിലേക്കും ആ ജലത്തെ തേജസി, അതിൻ്റെ മുകളിലും അതിനു മുൻപുണ്ടായത് അഗ്നിയാണ്. ആ തേജസി എന്ന് പറഞ്ഞാൽ അഗ്നി, ജലത്തെ അഗ്നിയിലേക്കും, ഇനി അതിനെ അതായത് അഗ്നിയെ വായുവിലേക്കും, പിന്നീട് വായുവിനെ നഭസി അമൂം ആ ആകാശത്തിലേക്കും ലയിപ്പിച്ചു. അപ്പോൾ ക്രമമായിട്ട് എങ്ങനെയാണോ വന്നത് അത് ആ വഴി തന്നെ തിരിച്ചു പോവുക. അപ്പം അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും ശരീരത്തിൻ്റെ സകലതിനെയും അതാത് എന്തിൽ നിന്ന് വിഭജിക്കപ്പെട്ടിട്ടാണോ അതൊക്കെ ഉണ്ടായത് അതിലേക്ക് ലയിപ്പിച്ചു, പഞ്ചഭൂതങ്ങളിലെ ഓരോന്നിലേക്ക്. പിന്നെ ഈ പഞ്ചഭൂതങ്ങളെ തന്നെ തിരിച്ച് ലയിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ ഭൂമിയെ ജലത്തിലേക്കും, ജലത്തെ അഗ്നിയിലേക്കും, അഗ്നിയെ അതിൻ്റെ മുകളിലുണ്ടായ വായുവിലേക്കും, വായുവിനെ അതിൻ്റെ മുകളിലുണ്ടായ ആകാശത്തിൻ്റെ തന്മാത്രയിലേക്കും ലയിപ്പിച്ചു. അടുത്ത ശ്ലോകം 17. ഇന്ദ്രിയേഷു മനഃ താനി തന്മാത്രേഷു യഥാ ഉദ്ഭവം ഭൂതാദീന അമൂനി ഉത്കൃഷ്യ മഹതി ആത്മനി സന്തതേ. അതിനുശേഷം മനഃ, അപ്പോൾ ഭൗതിക ശരീരത്തെ കഴിഞ്ഞു. ഇനി വരുന്നത് ഏതാ? സൂക്ഷ്മ ശരീരം, പൃഥുമഹാരാജാവിൻ്റെ സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിലാണ് എന്തിരിക്കുന്നത്? മനസ്സ്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്ന മനസ്സിനെ ഇന്ദ്രിയങ്ങളിലേക്ക് ലയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പൃഥുവിൻ്റെ ഇന്ദ്രിയങ്ങളിലേക്കല്ല, പ്രപഞ്ചത്തിൻ്റെ ഇന്ദ്രിയങ്ങളിലേക്ക്. ഈ ഭൗതിക ലോകത്തുള്ള എല്ലാ ചരാചരങ്ങൾക്കും സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലേക്ക് പൃഥുമഹാരാജാവിൻ്റെ സൂക്ഷ്മ ശരീരത്തെ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് ലയിപ്പിച്ചു എന്ന്. അതാണ് മനസ്സിനെ ഇന്ദ്രിയങ്ങളിലേക്ക് ലയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൃഥുവിൻ്റെ മനസ്സിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തെ എന്തിലേക്ക്? പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക്, ഇന്ദ്രിയത്തിലേക്ക് ലയിപ്പിച്ചു. താനി ആ ഇന്ദ്രിയങ്ങളെ തന്മാത്രേഷു യഥാ ഉദ്ഭവം എപ്രകാരമാണോ ഉദ്ഭവിച്ചത് പ്രപഞ്ചത്തിൻ്റെ തന്മാത്രകളിലേക്ക് ലയിപ്പിച്ചു. നമുക്കറിയാലോ അല്ലേ, ആ അണ്ടമായി രൂപപ്പെട്ടതും തന്മാത്രകളായി വിഘടിച്ച് നിന്നതും ഒക്കെ അറിയാലോ. പല പല തന്മാത്രകളുണ്ടായി, ദേവന്മാരുടെ ഇന്ദ്രിയങ്ങളുടെ ഇതൊക്കെ വിഘടിച്ചു നിന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തെ ലയിപ്പിച്ചു. അതിനുശേഷം ആ പ്രപഞ്ചത്തിൻ്റെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ തന്മാത്രകളിലേക്ക് എപ്രകാരമാണോ ഉണ്ടായത് ആ പ്രപഞ്ചത്തിൻ്റെ തന്മാത്രകളായി നിന്ന അവസ്ഥയുണ്ടല്ലോ, ആ തന്മാത്രകളിലേക്ക് ലയിപ്പിച്ചു. ഇങ്ങനെ തന്മാത്രകളായി നിന്നിട്ട് അതിനു മുൻപുണ്ടായത് എന്തായിരുന്നു? അഹങ്കാരതത്വം അല്ലേ, മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നെ അത് മൂന്നായി പിരിഞ്ഞതല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഇതിനെയെല്ലാം ഉത്കൃഷ്യ, ഇതിനെയൊക്കെ അതായത് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭൂതാദീന അമൂനി എന്ന് വെച്ചാൽ എല്ലാ ഭൗതികമായ ഈ ഇന്ദ്രിയ വസ്തുക്കളെയും ആത്മനി സന്തതേ, ആത്മനി എന്ന് വെച്ചാൽ അഹങ്കാര തത്വത്തിലേക്കും പിന്നെ മഹത്തത്വത്തിലേക്കും സന്തതേ ലയിപ്പിച്ചു എന്ന് മനസ്സിലായ. അപ്പോൾ എപ്രകാരമാണോ ശരീരം ഉണ്ടായത് അപ്രകാരം തന്നെ തിരിച്ച് മേൽപോട്ട് 1 by 1 ആയിട്ട് മുകളിലേക്ക് അങ്ങനെ തിരിച്ച് ലയിപ്പിച്ചു. അതാണ് ആ പറയുന്നത്. അപ്പോൾ സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിച്ചതിന് ശേഷം സൂക്ഷ്മ ശരീരത്തെ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്കും പിന്നീട് അവിടെ നിന്ന് തന്മാത്രകളിലേക്കും അതിനുശേഷം അഹങ്കാര തത്വത്തിലേക്കും അതിനുശേഷം മഹത്തത്വത്തിലേക്കും ലയിപ്പിച്ചു. ശ്ലോകം 18. തം സർവഗുണവിന്യാസം ജീവേ മായാമയേ ന്യദാത് തം ച അനുശയം ആത്മസ്ഥം അസു അനുശയി പുമാൻ. തം ച അനുശയം ആത്മസ്ഥം അനുശയി പുമാൻ ജ്ഞാനവൈരാഗ്യവീര്യേണ സ്വരൂപസ്ഥഃ അജഹാത് പ്രഭുഃ. അതിനുശേഷം പൃഥുമഹാരാജാവിൻ്റെ അവസാന പോക്കാണ് കേട്ടോ. തം ആ മഹത്തത്വം, അപ്പോൾ എല്ലാത്തിനെയും മഹത്തത്വത്തിലേക്ക് ലയിപ്പിച്ചില്ലേ, ആ മഹത്തത്വം സർവഗുണവിന്യാസം, എല്ലാ പ്രകൃതിയുടെ ഗുണങ്ങളുടെയും വിന്യാസം, ശേഖരം അല്ലെങ്കിൽ സംഭരണിയായിരിക്കുന്ന ആ മഹത്തത്വം. അപ്പം മഹത്തത്വം ഉണ്ടാവാനും ഒരു കാരണമുണ്ട് അല്ലേ, അതായത് ആ ജീവാത്മാവ് ഞാൻ ആരാണെന്ന് അറിയണം എന്ന് ഇച്ഛിച്ചപ്പോഴാണ് മായ ഉണർന്നതും മഹത്തത്വം ഉണ്ടായത്. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളുടെയും സംഭരണിയായിരിക്കുന്ന ആ മഹത്തത്വത്തെ മായയെ വരെ ഉണർത്തിയ, മായയെ വരെ ചലിപ്പിച്ച ജീവേ, ആ ജീവാത്മാവിലേക്ക്
ന്യദാത് എന്ന് വെച്ചാൽ ലയിപ്പിച്ചു എന്ന്. അപ്പോൾ മഹത്തത്വം വരെ എത്തിയിട്ട് എല്ലാ പ്രകൃതി ഗുണങ്ങളുടെയും സംഭരണിയായിരിക്കുന്ന ആ മഹത്തത്വത്തെ പിന്നീട് ഈ മായയെ വരെ ചലിപ്പിക്കുന്ന ശക്തിയായ ജീവാത്മാവിലേക്ക് ലയിപ്പിച്ചു. കാരണം ആ ജീവാത്മാവ് ഞാൻ ആരാന്ന് അറിയണമെന്ന് ഇച്ഛിച്ചപ്പോഴാണ് ഇതൊക്കെ ഉണർന്നത്. അങ്ങനെ ആ ജീവാത്മാവിലേക്ക് ലയിപ്പിച്ചു. അങ്ങനെ ആ ജീവാത്മാവ് അസു പൂമാൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു വ്യക്തി, പുമാൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയാണ് എന്ന് അനുശയി ആ ജീവാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റുധാരണയുണ്ടല്ലോ, നമ്മൾ കർദമ പ്രജാപതി പറഞ്ഞത് ഓർക്കുക. അപ്പോൾ അതിൽ ശരിക്കും അല്ല, കപില മഹർഷി അമ്മയെ ഉപദേശിച്ചില്ലേ, അതിൽ ശരിക്കും പറയുന്നുണ്ട് ആത്മാവ് തെറ്റിദ്ധരിച്ചിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഞാനൊരാളാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ആത്മാവ് അസു പുമാൻ, ഞാനൊരു മനുഷ്യനാണ് എന്ന് അനുശയി എന്ന് വെച്ചാൽ ആ ജീവാത്മാവ് ചിന്തിച്ചിരുന്നതും അതെല്ലാം തന്നെ അനുശയം ആത്മസ്ഥം, അതെല്ലാം തന്നെ പോയിട്ട് ആ ആത്മാവ് ആത്മസാക്ഷാത്കാരത്തെ നേടിയെടുത്തുവെന്നും. അതായത് ഞാൻ ആത്മാവാണെന്ന് ആ ജീവാത്മാവ് തിരിച്ചറിഞ്ഞു. ഞാനൊരു വ്യക്തിയാണ്, ഇത്ര നേരം കർമ്മങ്ങൾ ചെയ്തതൊക്കെ ഞാനാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നും വിട്ടിട്ട് അതിൽ നിന്നും സ്വതന്ത്രമായിട്ട് ആത്മസ്ഥം എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരത്തെ നേടിയെടുത്തു. അതായത് ഞാൻ ആത്മാവാണെന്ന് ആ ജീവാത്മാവ് തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പിരിഞ്ഞ് ഒരു ശരീരമുണ്ടായി ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ചു പോകുന്നത്. ഞാൻ ആത്മാവാണ്, ഇതൊന്നും അല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ആ തിരിച്ചറിവിലേക്ക് എത്തി. കാരണം എല്ലാം എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മ ശരീരം ഇതൊക്കെ ഘടകങ്ങളും മഹത്തത്വത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ, മഹത്തത്വം ജീവാത്മാവിലേക്കും ലയിച്ചപ്പോൾ ആ ആത്മാവ് ഞാനൊരു മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നതൊക്കെ അതിൽ നിന്നും സ്വതന്ത്രനായി ആത്മസാക്ഷാത്കാരത്തെ നേടി. അങ്ങനെ ജ്ഞാനവൈരാഗ്യ വീരേണ, ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ശക്തിയാൽ സ്വരൂപസ്ഥഃ അജഹാത് പ്രഭു, അജഹാത്ത് എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനായിട്ട് സ്വരൂപസ്ഥഃ യഥാർത്ഥ സ്വരൂപം ആത്മാവ് തിരിച്ചറിഞ്ഞ് പ്രഭു ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് അറിഞ്ഞു. ഈശ്വരൻ വേറെയല്ല, പ്രഭു എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. തത്വമസി, അത് ഞാനാകുന്നു. അഹം ബ്രഹ്മാസ്മി, അത് ഞാൻ തന്നെയാണ്. ആ ഈശ്വരൻ ഞാൻ തന്നെയാണ്, ആ പ്രഭു ഞാൻ തന്നെയാണ് എന്ന് ആ ആത്മാവ് തിരിച്ചറിഞ്ഞു. അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നായി എന്ന്. പരമാത്മാവിനെയാണല്ലോ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്, പരബ്രഹ്മം എന്നൊക്കെ വിളിക്കുന്നത്. ആ പരമാത്മാവ് ഞാൻ തന്നെയാണെന്ന് ആ ജീവാത്മാവ് തിരിച്ചറിഞ്ഞു. യഥാർത്ഥ സ്വരൂപസ്ഥഃ, യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞു എന്ന്. അപ്പോൾ പൃഥു മഹാരാജാവ് ഞാൻ ആരാണ്, ഈശ്വരൻ ഞാൻ തന്നെയാണെന്ന്, ഭഗവാൻ ഞാൻ തന്നെയാണെന്ന്, പരമാത്മാവ് ഞാൻ തന്നെയാണ് എന്ന് യാഥാർത്ഥ്യത്തെ അറിഞ്ഞു എന്നർത്ഥം. ഇതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് സാക്ഷാത്കാരം അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത്. മനുഷ്യൻ ഭഗവാനായി മാറുന്ന അവസ്ഥ, ഭഗവാൻ ഞാനാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥ. അങ്ങനെ പൃഥു മഹാരാജാവ് ആ ആത്മസാക്ഷാത്കാരത്തെ നേടി. ഇനി പൃഥു തപോവനത്തിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്കായിരുന്നില്ല പോയത്, ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു, അർച്ചി. അവർക്ക് എന്ത് സംഭവിച്ചു? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 19. അർച്ചിഹി നാമ മഹാരാജ്ഞി തത് പത്നി അനുഗതാവനം സുകുമാരി അതദർഹ ച യത് പദ്ഭ്യാം സ്പർശനം ഭുവഃ, യത് പദ്ഭ്യാം സ്പർശനം ഭുവഃ. അർച്ചി നാമ മഹാരാജ്ഞി, അർച്ചി എന്ന് പേരുള്ള മഹാരാജ്ഞി, തത് പത്നി ആ പൃഥു മഹാരാജാവിൻ്റെ പത്നി, അനുഗതാവനം പൃഥുവിനെ അനുഗമിച്ചുകൊണ്ട് വനത്തിലേക്ക് എത്തിയിരുന്നു. അവരുടെ പ്രത്യേകത പറയുന്നത് കേൾക്കണോ? യത് പദ്ഭ്യാം, ആരുടെ പാദം, സ്പർശനം ഭുവഃ ഭൂമിയിൽ സ്പർശിക്കാനായിട്ട്, അതദർഹ ഭൂമിദേവിക്ക് പോലും അർഹതയില്ല എന്നു. അത്രയ്ക്ക് സുകുമാരി, പതിവ്രതയും സത്യവതിയുമായിരുന്നു അർച്ചിന്ന്. അർച്ചിയുടെ പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കപ്പെടാൻ ഭൂമിദേവിക്ക് പോലും അർഹതയില്ലാത്ത അത്രയ്ക്കും പുണ്യവതിയായിരുന്നു അർച്ചിന്ന്. അതിനെ അപ്പോൾ അർച്ചിയുടെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള വർണ്ണനയുടെ ആധിക്യം നോക്കൂ. ഭൂമിദേവിക്ക് പോലും ആ പാദങ്ങൾ കൊണ്ടൊരു സ്പർശനം കിട്ടാനുള്ള അർഹതയില്ല, അനർഹയാണെന്ന്. അതാണ് അതദർഹ എന്ന് പറയുന്നത്.
അത്രയ്ക്ക് ശ്രേഷ്ഠവതിയായിരുന്ന പുണ്യവതിയായിരുന്ന അർച്ചി തൻ്റെ ഭർത്താവിനെ പിന്തുടർന്നുകൊണ്ട് ഒരുമിച്ച് വാനപ്രസ്ഥ ജീവിതം നയിക്കാൻ എത്തിയിരുന്നു. പക്ഷെ അർച്ചിയാണെങ്കിൽ വാനപ്രസ്ഥം നയിക്കുക, തപസ്സിരിക്കുക, ഈ വക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭർത്താവിനെ പിന്തുടരുക, ഭർത്താവിനെ പരിചരിക്കുക, സേവിക്കുക, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് പറയുന്നത്, അതീവ ഭർത്തു വൃത ധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ച ആരഷദേഹയാത്രയാ ന അവിന്ദത അർത്തിം പരികർഷിത അഭി സാ പ്രേയസ്കര സ്പർശന മാന നിർവൃതി. അതീവ ഭർത്തുവൃത, അതായത് വളരെയധികം ഭർത്താവിൻ്റെ വ്രതചര്യകളും ആ ഭർത്താവ് അനുഷ്ഠിച്ചിരുന്നത് വാനപ്രസ്ഥ ജീവിത ആ കാട്ടിലെ ആ തപോവനത്തിലെ ആ വാനപ്രസ്ഥ ജീവിതത്തെ ധർമ്മനിഷ്ഠയാ എല്ലാ ധർമ്മനിഷ്ഠയോടും കൂടി ഭർത്താവിനെ ശുശ്രൂഷയാ അത്രയ്ക്ക് ഭംഗിയായിട്ട് ആ വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ തപസ്സനുഷ്ഠിക്കുന്ന ഭർത്താവിനെ അവൾ ശുശ്രൂഷിച്ചു. അപ്പോൾ ആരഷദേഹയാത്ര, ആരഷ എന്ന് വെച്ചാൽ മഹർഷിമാരുടെ ദേഹയാത്രയാ എന്ന് വെച്ചാൽ വാനപ്രസ്ഥം ജീവിതം സന്യാസമൊക്കെ നയിക്കുന്ന ഒരു മഹർഷിക്ക് കാട്ടിൽ എന്തുമാത്രം ശരീര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വിശപ്പ്, ദാഹം, ഇതൊക്കെ സഹിക്കേണ്ടി വരില്ലേ? ഇപ്പോൾ പൃഥു മഹാരാജാവ് എന്താ കഴിച്ചിരുന്നത് എന്ന് നമ്മൾ നേരത്തെ കേട്ടതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു വാനപ്രസ്ഥത്തിൽ അതുവരെ അതൊന്നും പരിശീലിച്ചിട്ടില്ലാത്ത അർച്ചി അതേപോലെയാണ്. ഭക്ഷണം പാചകം ചെയ്യുകയോ സുഖമായിട്ടിരിക്കുകയോ ഒന്നുമല്ല. തപസ്സിരിക്കുന്ന ഭർത്താവിനെ പരിചരിച്ച് ശുശ്രൂഷിച്ച് അതേപോലെ അദ്ദേഹം എന്താണോ ആ വാനപ്രസ്ഥ ജീവിതത്തിൽ ആ കാട്ടിൽ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ അതേപോലെ തന്നെ അർച്ചിയും അനുഭവിച്ചിരുന്നു. വിശപ്പ്, ദാഹം, ഇതിനെയൊക്കെ സഹിച്ച് അങ്ങനെ പരികർഷിത അഭിസ, അവൾ മെലിഞ്ഞുണങ്ങിയ ശരീരമായി അവൾക്ക് അർച്ചിക്ക്. പക്ഷേ എന്നിട്ടും ഒരു സങ്കടവും പരാതിയുമില്ല, ഒരാഗ്രഹവുമില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയോ? അതാണ് അവിടെ പ്രാധാന്യം. പ്രേയസ്കര, വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും, എന്നാൽ ആ സ്നേഹത്തിൽ കാമമില്ല കേട്ടോ. അതാണ് പ്രത്യേകത. വാനപ്രസ്ഥ ജീവിതമാണ് കാട്ടിലെ. അപ്പോൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും സ്പർശന, പൃഥു മഹാരാജാവിൻ്റെ ഒരു സ്പർശനം, കരസ്പർശനം, അതിൽ മാനനിർവൃതി, അത്യധികം സന്തോഷത്തെയും നിർവൃതിയെയും അനുഭവിച്ച അവൾ അവിന്ദത ആർത്തി, ആ കാട്ടിൽ ജീവിക്കുന്നതിൻ്റെ ഒരു ദുഃഖവും അറിഞ്ഞില്ല എന്ന്. കാമം കലർന്നിട്ടല്ല, നിഷ്കളങ്കമായ സ്നേഹത്തോടു കൂടി പൃഥു മഹാരാജാവിൻ്റെ ഒരു കരസ്പർശം അതവൾക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് ആ ഒരു കരസ്പർശം കൊണ്ട് മാത്രം എല്ലാ നിർവൃതിയും സന്തോഷവും അനുഭവിച്ച് കാട്ടിൽ ഇങ്ങനെ ഒരു മഹർഷി അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മെലിഞ്ഞുണങ്ങിപ്പോയെങ്കിലും അതിൽ അവൾക്ക് ഒരു ദുഃഖവും തോന്നാതിരുന്നത് ആ സ്നേഹം കൊണ്ടുള്ള ഒരു കരസ്പർശം മാത്രമുള്ളത് കൊണ്ടാണ് എന്ന്. അങ്ങനെ അതിൽ മാത്രം ഒഴുകി അവൾ പൃഥുവിനെ പരിചരിച്ചുകൊണ്ട് ആ കാട്ടിലങ്ങനെ വസിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 21. ദേഹം വിപന്ന അഖില ഛേദനാധികം പത്യു പൃഥ്വ്യാ ദയിതസ്യ ച ആത്മനഃ ആലക്ഷ്യ കിഞ്ചിത് ച വിലപ്യ സാ സതി ചിദാം അദ ആരോപയത് അദ്രി സാനുനി. അങ്ങനെ അതിനുശേഷം അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ കണ്ടു, അങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ ശരീരം ചേതനയേറ്റ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേഹം, പൃഥുവിൻ്റെ ശരീരം, വിഭന്ന അഖില ചേതന, എല്ലാ ചേതനയും നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പത്യു പൃഥ്വ്യ, അതായത് പൃഥ്വ്യ ഭൂമിയുടെ സംരക്ഷകൻ, പത്യു എന്ന് വെച്ചാൽ സംരക്ഷകനും, ദയിതസ്യ ച ആത്മന തൻ്റെ സ്വന്തം ഭർത്താവും ഭൂമിയുടെ സംരക്ഷകനുമായ പൃഥൂര മഹാരാജാവിൻ്റെ ശരീരം ചേതനയറ്റ് കിടക്കുന്നത് കണ്ടിട്ട് ആലക്ഷ്യ കിഞ്ചിത്ത്, കുറച്ചു നേരം അർച്ചിയൊന്ന് കരഞ്ഞു. വിലഭ്യ, അതായത് കുറച്ചു നേരം അവളൊന്ന് കരഞ്ഞു. അത് കണ്ടിട്ട്, ആലക്ഷ്യ എന്ന് വെച്ചാൽ കണ്ടിട്ട്. അതിനുശേഷം സതി, ആ സതീവതിയായ, ആ സത്യവതിയായ അർച്ചി എന്താ ചെയ്തത് നാം അദ്രി സാനുനി, ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒരു ചിത ഒരുക്കിയിട്ട് അഗ്നി ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ആരോപയത്ത്, ആ ചിതയിലേക്ക് വെച്ചു എന്ന്. നോക്കൂ, ഈ കർമ്മം ചെയ്യുന്നത് ആരാന്ന് നോക്കി. ഭർത്താവിൻ്റെ ശരീരത്തെ, ചേതനയേറ്റ ശരീരത്തെ
അഗ്നി ആ താഴ്വരയിൽ, ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ തന്നെ ഒരു ചിതയൊരുക്കിയിട്ട് അതിലേക്ക് ഭർത്താവിൻ്റെ ശരീരത്തെ എടുത്തു വെച്ചു എന്നു. അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഈ കർമ്മം ചെയ്യാം. നമ്മുടെ സാമൂഹിക ആചാരങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് അതിനുള്ള അനുവാദമുണ്ടോ? ഇവിടെയാണെങ്കിൽ എന്താ പറയുക, പുത്രന് മാത്രമേ പാടുള്ളൂ, മകൾക്കോ ഭാര്യയ്ക്കോ അനുവാദമില്ല. ഇതാരാ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എവിടെ പോയി മറ്റെല്ലാ ആചാരാനുഷ്ഠാനങ്ങളും? ഇതാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ശരീരത്തെ ചിതയൊരുക്കി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി രാജ്യത്തിലെ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേണ്ട വിധപ്രകാരം ചെയ്യുക, ഇതൊന്നുമല്ല അർച്ചി ചെയ്തത്. അർച്ചി ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമല്ലേ. അതിൽ ഭർത്താവിൻ്റെ ശരീരം ഛേദനയേറ്റു. ആദ്യം ഒന്ന് കരഞ്ഞു എങ്കിൽ പോലും അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് എത്രയും പെട്ടെന്ന് ആ താഴ്വരയിൽ ഒരു ചിതയൊരുക്കിയിട്ട് അർച്ചി ആ ശരീരത്തെ, പൃഥുമഹാരാജാവിൻ്റെ ഛേദനയേറ്റ ശരീരത്തെ അതിലേക്ക് എടുത്തു വെച്ചു. അതിനുശേഷം വിധായ കൃത്യം ഹൃദിനി ജല ആപ്ലുത ദത്വാ ഉദകം ഭർത്തുഹു ഉദാരകർമ്മണഃ നത്വാ ദിവിസ്താം സ്ത്രിദശാം ത്രിഹി പരിത്യ വിവേശവഹ്നീം ധ്യായതി ഭർത്തൃപാദോ. അതായത് അതിനുശേഷം വിദായ നിർവഹിച്ചു കൃത്യം മരണാനന്തര കർമ്മങ്ങളെ. ഹൃദിനി ജല അപ്ലുത, ഭർത്താവിൻ്റെ ശരീരത്തെ ചിതയിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം എന്താ ചെയ്തേന്നോ, അർച്ചി ഹൃദിനി തൊട്ടടുത്ത് കാണുന്ന ആ നദിയിൽ പോയിട്ട് ജല ആപ്ലൂത പൂർണ്ണമായ സ്നാനം ചെയ്തു വന്നിട്ട് വിധായ കൃത്യം പൃഥുമഹാരാജാവിൻ്റെ മരണാനന്തര കർമ്മങ്ങളെ അവളെങ്ങനെയാണോ നാട്ടിലെ കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്നപ്പോൾ മനസ്സിലാക്കിയത് അതേപോലെ അവിടെ നിന്ന് നിർവഹിച്ചു. ഇങ്ങനെയൊക്കെ ആ കർമ്മങ്ങൾ, മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണമെന്ന് അറിവുണ്ടാവുമല്ലോ. ആ കർമ്മങ്ങൾ അവിടെ നിന്ന് മനസ്സിൽ തോന്നിയതുപോലെ ആ കർമ്മങ്ങൾ അവിടെ നിന്ന് നിർവഹിച്ചു. എന്നിട്ട് ഭർത്തുഹു ഉദാരകർമ്മണ, ഉദാരമതിയായ, അത്യധികം ഉദാരമതിയായ തൻ്റെ ഭർത്താവിൻ്റെ, പൃഥുമഹാരാജാവിൻ്റെ ദത്വാ ഉദകം, ഉദകക്രിയയും ചെയ്തു എന്ന്. ആരാ ചെയ്തേ? ഭാര്യ ഭർത്താവിൻ്റെ ഉദകക്രിയ ചെയ്യുക. നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഭാര്യ അങ്ങനെ അർച്ചി പൃഥുമഹാരാജാവിൻ്റെ ശരീരത്തെ ചിതയിലേക്ക് എടുത്തു വെച്ചു, പോയി സ്നാനം ചെയ്തു വന്നു, വേണ്ട വിധിപ്രകാരം മരണാനന്തര കർമ്മങ്ങളും ഉദകക്രിയയും ചെയ്തു. അതിനുശേഷം നത്വാ ദിവിസ്താം ത്രിദശ, നത്വാം പ്രണമിച്ചു എന്ന്, ദിവിസ്താം ആകാശത്ത് വന്ന് നിൽക്കുന്ന, ത്രിദശാം അതായത് എല്ലാ ദേവന്മാരെയും ദേവീദേവന്മാരെയും ഒന്നിങ്ങനെ പ്രണമിച്ചു, നമസ്കരിച്ചു. എന്നിട്ട് ആ ചിതയുണ്ടല്ലോ, ആ ചിത കത്തുന്നതിനെ ത്രിപരിത്യ 3 പ്രാവശ്യം ഒന്ന് പരിക്രമണം ചെയ്തു വലം വെച്ചു വന്നിട്ട് ധ്യായതി ഭർത്തൃപാദവും, മനസ്സിൽ ഭർത്താവിൻ്റെ പൃഥുമഹാരാജാവിൻ്റെ പാദങ്ങളെ മനസ്സിൽ ഒന്ന് കണ്ട് സങ്കല്പിച്ച് ധ്യാനിച്ചിട്ട് വിവേശവഹ്നിയും അവളും ആ ചിതയിലേക്ക് പ്രവേശിച്ചു എന്ന്. അതായത് ഭർത്താവ് പോകുന്ന വഴിയിലൂടെ തന്നെ പോവാൻ തീരുമാനിച്ച് കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അവളും ആ അഗ്നിയിലേക്ക്, ദേവന്മാരെയും തൊഴുത് നമസ്കരിച്ചു, ഭർത്താവിൻ്റെ പാദങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് ധ്യാനിച്ച് അർച്ചിയും ആ ചിതയിലേക്ക് പ്രവേശിച്ചു. ശ്ലോകം 23. വിലോക്യ അനുഗതാം സാധ്വീ പൃഥൂം വീരവരം പദീം തുഷ്ടുവു വരദാ ദേവേ ദേവപത്ന്യാ സഹസ്രശഃ. അപ്പോൾ വിലോക്യ ഇത് കണ്ടൂന്ന്, അനുഗതാം സാധ്വി അതായത് പിന്തുടരുന്ന, സാധ്വി എന്ന് വെച്ചാൽ സത്യവതിയായ, പൃഥുവും വീരവരം പതിയും അതായത് വീരവരം വീരയോദ്ധാവായിട്ടുള്ള തൻ്റെ പതിയായിട്ടുള്ള പൃഥുവിനെ പിന്തുടർന്നുകൊണ്ട് അർച്ചിയും അതേ പാതയിൽ തന്നെ പ്രവേശിച്ചപ്പോൾ ആ അഗ്നിയിലേക്ക് പ്രവേശിച്ചത് കണ്ടിട്ട് ദേവപത്ന്യ എല്ലാ ദേവന്മാരുടെയും പത്നിമാരെ, ദേവപത്നിമാരെ സഹസ്രശഃ അനേകം കോടി ദേവപത്നിമാർ ആ കാഴ്ച കണ്ടിട്ട് വരം നൽകാൻ ശക്തിയുള്ളവരാണ് ആ ദേവപത്നിമാർ. അവർ തുഷ്ടുവൂന്ന്, അർച്ചിയെ സ്തുതിച്ചൂന്ന് ആ കാഴ്ച കണ്ടിട്ട്. അപ്പം അർച്ചി ചിന്തിക്കുന്നില്ല, ഞാൻ ഈ ചിതയിലേക്ക് പ്രവേശിച്ചാൽ എനിക്ക് ഉദകക്രിയ ചെയ്യാൻ ഇവിടെ ആരുമില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് മരണാനന്തര ക്രിയ ചെയ്യാൻ ആരുമില്ലല്ലോ, അതൊന്നും ചിന്തിച്ചില്ല. ഭർത്താവിന് വേണ്ടതായ കർമ്മങ്ങൾ അവൾ എന്താണോ പഠിച്ചു വെച്ചത് അത് ചെയ്തു. എന്നിട്ട് അവളും എല്ലാ ദേവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ആ പാദങ്ങളെ കണ്ട് ആ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. ആ കാഴ്ച കണ്ടിട്ട് എല്ലാ ദേവന്മാരുടെയും പത്നിമാര്, ദേവിമാരും, ആ അത്രയും വരം നൽകാൻ ശക്തിയുള്ള ആ ദേവീദേവന്മാരൊക്കെ അവളെ സ്തുതിച്ചു, അർച്ചിയെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 24. കുർവത്യ കുസുമാസാരം തസ്മിൻ മന്ദരസനൂനി നദത്സു അമര
തുരേഷു ഗൃണന്തി സ്മ പരസ്പരം തസ്മിൻ മന്ദര സനൂനി, ആ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ അവർ കുറുവത്യാ കുസുമാസാരം, പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു എന്ന്. അവളും കൂടി ആ ചിതയിലേക്ക് പ്രവേശിച്ചത്, ആ മാർഗത്തെ സ്വീകരിച്ചത് കണ്ടപ്പോൾ ആ ദേവീദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അതുപോലെ അമരത്തുരേഷു, പെരുമ്പറ ആഘോഷം നദത്സു, അവിടെ മുഴങ്ങി. അങ്ങനെ നിന്നുകൊണ്ട് ഗൃണന്തി സ്മ പരസ്പരം, ആ ദേവപത്നിമാർ പരസ്പരം ഇങ്ങനെ പറഞ്ഞു എന്ന്. അർച്ചിയെക്കുറിച്ച് ആ ദേവപത്നിമാർ ഗൃണന്തി സ്മ പരസ്പരം പറഞ്ഞു എന്ന്. അവരെന്താണ് പറഞ്ഞത്? അതാണ് 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദേവ്യ ഊജു, ദേവപത്നിമാർ പറഞ്ഞു, അഹോ ഇയം വധു ധന്യ യാ ചയേവം ഭൂഭുജാം പദീം സർവാത്മനാപതി ബേജേ യജ്ഞേശം ശ്രീഹി വധുഹു ഇവ. അഹോ, അത്ഭുതം തന്നെ, ഇയം വധു, ഇങ്ങനെയും ഒരു പത്നിയോ, അത്ഭുതം തന്നെയാണ് ഇത്. ധന്യഹ, അവൾ ധന്യയാണ്. യാ ച, എന്തുകൊണ്ടെന്നാൽ ഏവം, ഇപ്രകാരം ഭൂഭുജാംപതി, ഈ ഭൂമിയുടെ സംരക്ഷകനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ സർവാത്മന എല്ലാ പ്രകാരത്തിലും ബേജെ സേവിച്ചു എന്ന്. അവള് ആരെ പോലെ എന്നാണ് ഇനി പറയുന്നത്? ശ്രീഹി വധു, അതായത് ആ മഹാലക്ഷ്മി യജ്ഞേശം, യജ്ഞേശ്വരനായ മഹാവിഷ്ണുവിനെ എങ്ങനെ സേവിച്ചു ഇവ എന്ന പോലെയായിരുന്നു അർച്ചി പൃഥുമഹാരാജാവിനെ സേവിച്ചത്. കാഴ്ചക്കാർക്ക് അങ്ങനെ പറയാം, നമുക്ക് മനസ്സിലാവും. പൃഥു ഭഗവാന്റെ അവതാരമാണെങ്കിൽ അർച്ചി ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. ലക്ഷ്മി ദേവി എങ്ങനെയാണോ പൃഥുവിനെ സേവിച്ചത്, അതേപോലെയായിരുന്നു അർച്ചി പൃഥു മഹാരാജാവിനെ സേവിച്ചത്. ഇത് അത്ഭുതം തന്നെയാണ്, ഇങ്ങനെയും ഒരു സ്ത്രീ ഉണ്ടോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ആ ദേവപത്നിമാർ പരസ്പരം പറഞ്ഞു എന്ന്. ശ്ലോകം 26. സാ ഏഷാ നൂനം വൃജന്തി ഊർധ്വം അനുവൈന്യം പതിം സതി പശ്യത അസ്മാൻ ആദിത്യ അർച്ചി ദുർവിഭാവ്യേന കർമ്മണ. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല, ആ ദേവപത്നിമാർ പരസ്പരം പറയാ, പശ്യത, കാണൂ, എല്ലാവരും നോക്കൂന്ന്. എന്താ നോക്കുന്നത്? സാ ഏഷ, അവൾ, ആ അർച്ചി, നൂനം വ്രജതി, അവൾ ഇതാ പോകുന്നു. ഊർധ്വം, മുകളിലോട്ട്, അനു വൈന്യം പതിയും സതി, അനു എന്ന് വെച്ചാൽ പിന്തുടർന്നുകൊണ്ട്, വൈന്യം തൻ്റെ പതിയായിട്ടുള്ള പൃഥു മഹാരാജാവിനെ പിന്തുടർന്നുകൊണ്ട് അവളുടെ സൂക്ഷ്മ ശരീരം ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നത് എല്ലാവരും ഒന്ന് നോക്കൂ, പശ്യത, നോക്കൂന്ന്. എന്നിട്ട് അവർ പറയാണ്, അസ്മാൻ, നമ്മളെയും അസ്മാൻ എന്ന് വെച്ചാൽ നമ്മളെയും അതീത്യ എന്ന് വെച്ചാൽ മറികടന്നിട്ടെന്ന്. അതായത് ഭൂലോകത്തിന് മുകളിലുള്ള ദേവപത്നിമാരാണല്ലോ, അപ്പോൾ അവർ നിൽക്കുന്നത് ദേവലോകാണ്. ദേവലോകം സ്വർഗലോകത്തെയും മറികടന്നിട്ടാണ് പോണത്. അതാണ് അസ്മാൻ അതീത്യ. ഇതേതാ അവള് നമ്മളെയും മറികടന്നു പോകുന്നു. അർച്ചി ദുർവിഭാവ്യേന കർമ്മണ, പെട്ടെന്നൊന്നും ഒരു സ്ത്രീക്ക് സാധിക്കാത്ത, സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കർമ്മണ, ആ ഭർതൃ ശുശ്രൂഷ, പതിവ്രതാധർമ്മം പൂർത്തീകരിച്ച് അതാ പോകുന്നു അർച്ചി. നമ്മളുടെ ലോകമായ സ്വർഗലോകത്തെയും മറികടന്ന് ഊർധ്വലോകത്തേക്ക് ഭർത്താവിനെ പിന്തുടർന്നു കൊണ്ട് പോകുന്നത് നോക്കൂ, അത്ഭുതം തന്നെ എന്ന് ആ ദേവപത്നിമാർ പറയാണ്. അവർ ദേവലോകം വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അർച്ചി അതിൻ്റെയും മുകളിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ അത്രയ്ക്കും പുണ്യവതി ആയതുകൊണ്ടാണ് അവരെയും മറികടന്ന് ഊർധ്വലോകത്തേക്ക് പോകുന്നത്. ആ പൃഥുവിനെ പിന്തുടർന്നുകൊണ്ടാണ് പോകുന്നത്. പൃഥു എവിടേക്കാണ് പോകുന്നത്? അതേ വഴിയിലേക്ക് തന്നെ ആ സൂക്ഷ്മ ശരീരം അതാ പോകുന്നത് നോക്കൂ എന്നാണ് അവർ പറഞ്ഞത്, പരസ്പരം പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൃഥു മഹാരാജാവ് നിഷ്കളങ്കമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രം മുക്തിയെ പ്രാപിച്ചെങ്കിൽ അർച്ചി കർമ്മം സ്വധർമാചരണമായി നിഷ്കാമമായി നിർവഹിച്ചുകൊണ്ട് പൃഥുവിനെ പോലെ മുക്തിയെ പ്രാപിച്ചവളായി എന്ന്. അപ്പോൾ രണ്ടും സാധിക്കുമെന്നർത്ഥം. ഒരു ഇതുമില്ല, ഭർത്താവിൻ്റെ പാദപൂജ ചെയ്യുക മാത്രം ചെയ്ത് അത്രയും പുണ്യവതിയായി ജീവിച്ചുകൊണ്ട് പൃഥു ഏത് ലോകത്താണ് എത്തിയത്, അതേ ലോകത്തെ അർച്ചിയും പ്രാപിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അർച്ചിയുടെ ഭക്തിയും ഇതൊന്നുമല്ല പറയുന്നത്. അർച്ചി സ്വധർമ്മം, അവളുടെ കർമ്മം സ്വധർമ്മമായിട്ട് ഒന്നും വേണ്ട, തിരിച്ച് തനിക്ക് ഒരു ആഗ്രഹവുമില്ല, സ്വധർമാചരണമായി തൻ്റെ കർമ്മത്തെ നിർവഹിച്ചു മാത്രം, അതൊന്നുകൊണ്ട് മാത്രം പൃഥുവിനെ പിന്തുടർന്നുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് അർച്ചിയും. ശ്ലോകം 27. തേഷാം ദുരാപാം കിം തു അന്യത് മർത്യാനാം ഭഗവത് പദം ഭുവി ലോലായുഷഃ യേ വൈ നൈഷ്കർമ്മ്യം സാധയന്തി ഉദാ. എന്നിട്ട് ആ ദേവപത്നിമാർ പറയാണ്, തേഷാം,
അതായത് അവർ മർത്യാനാം എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ഭഗവത് പദം, ഭഗവാന്റെ പദം പ്രാപിക്കണമെങ്കിൽ ആ മനുഷ്യൻ ഭുവി എന്ന് വെച്ചാൽ ഭൂമിയിൽ ലോല ആയുഷ, മനുഷ്യന് ഭൂമിയിൽ ആയുസ് വളരെ കുറവാണ് അല്ലേ, വളരെ ഹ്രസ്വമായ ആയുസ്സാണ് മനുഷ്യന് ഭൂമിയിലുള്ളൂ. ആ കാലഘട്ടത്തിൽ, ആ ആയുസ് ഉണ്ടായ കാലഘട്ടത്തിൽ ഏതൊരു മർത്യാന മനുഷ്യനാണോ നൈഷ്കർമ്മ്യം, നിഷ്കാമകർമ്മം നിർവഹിക്കുന്നത്, കണ്ടോ ഇത് ചെയ്താൽ എനിക്ക് ഇത് കിട്ടും, ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന രണ്ട് സങ്കല്പവും ഇല്ലാതെ നിഷ്കാമകർമ്മം സാധയന്തി ഉദ പൂർണ്ണമായി നിർവഹിക്കുന്നത് ആരാണോ, ആ ഹ്രസ്വമായ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിൽ ആരാണോ, ഏതൊരു മനുഷ്യനാണോ നിഷ്കാമകർമ്മം പൂർണ്ണമായും അനുഷ്ഠിക്കുന്നത്, ആ മനുഷ്യന് ദുരാപം കിത്തു അന്യത്, ഇനി ലോകത്ത് വേറെ എന്ത് നേടാനാണ് ബുദ്ധിമുട്ടുള്ളത്, ദുരാപം നേടാൻ കഴിയാത്തതായിട്ട് അവന് ഈ ലോകത്ത് എന്താണുള്ളത്. അത് അർച്ചിയുടെ ജീവിതമാണ് എടുത്തു കാണിക്കുന്നത്. അർച്ചി വേറെ ഒന്നും ചെയ്തിട്ടില്ല, സ്വന്തം കർമ്മത്തെ നിഷ്കാമമായി നിർവഹിക്കുക മാത്രം, ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ടില്ല. അതൊന്നുകൊണ്ട് മാത്രം ജീവിച്ച് അവൾ പൃഥു മഹാരാജാവ് നേടിയ അതേ അവസ്ഥയെ പ്രാപിച്ചുവെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ്റെ ഹ്രസ്വമായ ജീവിത കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ ആരാണോ നിഷ്കാമകർമ്മം പൂർണ്ണമായും നിർവഹിക്കുന്നത് അവന് നേടാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ലാന്ന്. അതാണ് ആ ദേവന്മാർ അപ്പോൾ ഭൂമിയിൽ ജീവിച്ചാൽ ഇങ്ങനെയും സാധിക്കുമെന്ന് ആ ദേവപത്നിമാർ അവിടെ ഇരുന്ന് പറയുകയാണ്. ശ്ലോകം 28. എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് പറയാൻ കേട്ടാ, സവഞ്ചിത ബദ ആത്മദൃക് കൃച്ഛേന മഹദാ ഭുവി ലബ്ധ്വാ അപവർഗ്യം മാനുഷ്യം വിഷയേഷു വിഷയജ്ജതേ. അതായത് മനുഷ്യര് മഹദാഭുവി, ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഈ ഒരു മഹത്തായ കർമ്മത്തെ, അതായത് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചാൽ അവൻ്റെ മഹത്തായ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് അപവർഗ്യം, മുക്തിയെ പ്രാപിക്കാനായിട്ടുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. ഇത് ലബ്ധ്വാ, ശ്രദ്ധിച്ച് കേൾക്കുക, ഈ അറിവ് ലബ്ധ്വാ നേടിയിട്ടും വിഷയേഷു വിഷജ്ജതേ, ഈ ഭൗതിക വിഷയങ്ങളിലും കാര്യങ്ങളിലും മുഴുകി ജീവിച്ചാൽ എന്താ സംഭവിക്കണമെന്നറിയോ, സഹ അവർ വഞ്ചിത, അവനവനെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണത്, ബദ കഷ്ടം തന്നെ, ആത്മദൃക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണത്, ആത്മാവിനെ ഹനിക്കുന്നത് ആത്മഹത്യ, അതിന് തുല്യമാണത് എന്ന്. അതായത് ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്ന ഈ ഹ്രസ്വ കാലഘട്ടത്തിനിടയിൽ നമുക്ക് ചെയ്യാനുള്ള മഹത്തായ കർമ്മം സാക്ഷാത്കാരം, ആത്മാവിനെ സാക്ഷാത്കരിക്കുക. ഇപ്പോൾ പൃഥു എന്തിനാണോ ആ ശരീരം എടുത്തത് ആ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയില്ലേ, ആ അറിവിലേക്ക് തിരിച്ചെത്തി, ഞാൻ ആത്മാവാണെന്നുള്ളത്. ഈ ഒരു മുക്തിയെ പ്രാപിക്കുക എന്നതാണ് നമ്മുടെ മഹത്തായ കർമ്മമെന്ന് അറിഞ്ഞിട്ടും, അതാണ് ലബ്ധ്വാ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി, അറിഞ്ഞു, എന്നിട്ടും ഈ ഭൗതിക വിഷയങ്ങളിൽ തന്നെ മുഴുകി അതിൽ തന്നെ ഇരുന്നാൽ അതിനർത്ഥം അവൻ സ്വയം ആത്മാവിനെ, അവനവനെ തന്നെ വഞ്ചിച്ച്, അതിനെയാണ് ആത്മഹത്യ, ആത്മാവിനെ ദ്രോഹിക്കുക എന്ന് പറയുന്നത്. അതായത് ആത്മാവിൻ്റെ ആഗ്രഹം ആത്മാവിനെ അറിയാന്നുള്ളതാണ്, എന്നിട്ട് അത് മറന്നിട്ട് ഈ ഭൗതിക വിഷയങ്ങളിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അതാണ് ആ ശ്ലോകത്തിൽ ആ ദേവപത്നിമാർ പറഞ്ഞത്. അങ്ങനെ പൃഥു മഹാരാജാവ് എവിടെയാണ് എത്തിച്ചേർന്നത്, അവിടെ തന്നെ അർച്ചിയും എത്തിച്ചേർന്നു. ശ്ലോകം 29. മൈത്രേയ ഉവാച സ്തുവദീഷു അമരസ്ത്രീഷു പതിലോകം ഗതാവധുഹു യം വാ ആത്മവിദാം ദുര്യഃ വൈന്യഃ പ്രാപ അച്യുതാശ്രയഃ. ആ ഭഗവാനെ ആശ്രയിച്ച് ജീവിച്ച പൃഥുവിൻ്റെ പത്നിയായ അർച്ചിയും അമരസ്ത്രീഷു ദേവപത്നിമാർ സ്തുതിവദീഷു അവരിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പതിലോകം ഗതാവധു തൻ്റെ പതി എത്തിച്ചേർന്ന അതേ ലോകത്തിലേക്ക് അർച്ചി അദ്ദേഹത്തിൻ്റെ പത്നിയും ഗദ എത്തിച്ചേർന്നു. ഏതാണ് ആ ലോകം? യം വാ ആത്മവിദാം, മുക്തി നേടിയ ആത്മവിത്തുക്കൾ അല്ലെങ്കിൽ മുക്തന്മാർ വസിക്കുന്ന ലോകം യം ഏതാണോ, ദുര്യഃ അതിമഹത്തായ ആ ലോകത്തെ വൈന്യപ്രാഭ അതായത് വേനപുത്രനായ പൃഥു പ്രാപിച്ച ആ ലോകത്തിലേക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്നിയും ആ മുക്തിയിലേക്ക് എത്തിച്ചേർന്നു. മുക്തന്മാർ ജീവിക്കുന്ന അതിമഹത്തായ പൃഥു മഹാരാജാവ് പ്രാപിച്ച ആ അവസ്ഥയെ അദ്ദേഹത്തിൻ്റെ പത്നിയും നിഷ്കാമ കർമ്മം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പത്നിയും അവിടെ എത്തിച്ചേർന്നു എന്നാണ് മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 30. ഇത്തം ഭൂത അനുഭാവഃ അസൗ പൃഥുഃ സ ഭഗവത്തമഃ കീർത്തിദം തസ്യ ചരിതം ഉദ്ദാമചരിതസ്യ തേ.
ഇത്തം ഇപ്രകാരം ഭൂത അനുഭാവ വളരെ മഹത്വമുള്ളതും ഭഗവത്തമ ഭക്തന്മാരിൽ ഉത്തമനുമായ സഹ അസൗ ആ പൃഥു മഹാരാജാവിൻ്റെ ചരിതസ്യ കീർത്തിക്കാൻ അത്രയും യോഗ്യതയുള്ള അദ്ദേഹത്തിൻ്റെ ആ ചരിതം ആ പൃഥുവിൻ്റെ ചരിതത്തെ തേ നിനക്കായി കീർത്തിതം ഞാനിതാ വിശദീകരിച്ചു തന്നിരിക്കുന്നു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറയുകയാണ്. ശ്ലോകം 31. ഇനി പൃഥുചരിതം കേൾക്കുന്നവൻ്റെ അത് മനനം ചെയ്യുന്നവന് വരുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഫലശ്രുതി. ഇതം സുമഹത് പുണ്യം ശ്രദ്ധയാവഹിതഃ പഠേത് ശ്രാവയേത് ശൃണുയാത് വാ അപി സാ പൃഥോഹോ പദവീം ഇയാത്. ഇതം ഏതൊരാളാണോ ഇതം ഈ പൃഥുചരിതം സുമഹത് പുണ്യം അത്രയ്ക്കും മഹത്തരമായ പുണ്യം നിറഞ്ഞ ഈ ചരിതത്തെ ശ്രദ്ധയാ പൂർണ്ണ ഭക്തിയോടെ അവഹിതഃ ശ്രദ്ധയോടെ പഠേത് പഠിക്കുന്നത് ശ്രവയേത് അതായത് വിശദീകരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ശൃണുയാത് കേൾക്കുന്നത് എങ്കിൽ പോലും സഹ അവൻ പൃഥോഹോ പദവിയാത് പൃഥു ഏത് പദവിയിലാണ് എത്തിച്ചേർന്നത് അവിടേക്ക് അവനും എത്തിച്ചേരുന്നു. ഏതൊരുവനാണോ ഈ പൃഥുചരിതത്തെ അത്രയ്ക്കും മഹത്തരവും പുണ്യവുമായ ഈ ചരിതത്തെ അത്രയും ശ്രദ്ധയോടെയും ഭക്തിയോടെയും കേട്ട് മനനം ചെയ്ത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അവരും ആ പൃഥു മഹാരാജാവ് എത്തിച്ചേർന്ന് അതേ ലോകത്തെ പ്രാപിക്കും. കാരണം അവന് പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിപ്പിച്ചു തന്ന ആ ഒരു പാഠമുണ്ടല്ലോ, ആ തത്വത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പിന്നെ അവന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായും പൃഥു എത്തിച്ചേർന്ന ആ അവസ്ഥയിലേക്ക് അവനും എത്തിച്ചേരും. ബ്രാഹ്മണഃ ബ്രഹ്മവർച്ചിസ്വി രാജന്യഃ ജഗദീപതി വൈശ്യഃ പഠൻ വിട്പതി സ്യാത് ശൂദ്ര സത്തമതാം ഇയാത്ത്. അപ്പോൾ ഇവിടെ പറയുന്നൊക്കെ കണ്ടോ, വിഭാഗീയതയൊന്നുമില്ല. പൃഥുവിൻ്റെ ചരിതം പഠിക്കാൻ ആർക്കും എത്തിച്ചേരാമെന്ന്. ബ്രാഹ്മണന് മാത്രമല്ല മുക്തി, ശൂദ്രനും. അതാണ് പറയുന്നത്. ബ്രാഹ്മണഃ ബ്രഹ്മവർച്ചസി ബ്രാഹ്മണന്മാരിൽ ആരാണോ പൃഥുചരിതം മനനം ചെയ്ത് മനസ്സിലാക്കുന്നത് അവന് ബ്രഹ്മവർച്ചസി അവനിൽ ആത്മീയ തേജസ് ബ്രഹ്മ തേജസ് കൂടും. ഇനി രാജന്യഃ എന്ന് വെച്ചാൽ ക്ഷത്രിയന്മാരിൽ ആരാണോ പൃഥുചരിതം ഭംഗിയായി പഠിച്ചു മനനം ചെയ്യുന്നത് അവൻ ഒരു ദേശത്തിൻ്റെ ചക്രവർത്തിയല്ല, ജഗദീപതി ജഗത്തിൻ്റെ പതിയായി തീരും. ഇനി വൈശ്യന്മാരിൽ ആരാണോ പഠൻ ഈ പൃഥുചരിതത്തെ പഠിച്ചു മനനം ചെയ്യുന്നത് അവൻ വിട്പതി അവൻ വ്യവസായത്തിൽ അഗ്രഗണ്യൻ, അവൻ ചെയ്യുന്ന കർമ്മത്തിൽ അവൻ അഗ്രഗണ്യൻ ഏറ്റവും ഉത്തമനായി തീരും. ഇനി സ്യാദ് എന്ന് വെച്ചാൽ ആയിത്തീരും. ഇനി ശൂദ്രന്മാരിൽ ആരാണോ പൃഥുചരിതം കേട്ട് മനസ്സിലാക്കി മനനം ചെയ്യുന്നത് അവൻ സത്തമതാം ഇയാത് ഏറ്റവും ഉത്തമ സജ്ജനം അല്ലെങ്കിൽ ഭക്തനായി മാറും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവനല്ലേ, പക്ഷെ അവൻ ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ സജ്ജനമായി മാറുന്നു. എന്ന് വെച്ചാൽ അവൻ്റെ ഉള്ളിൽ സത്വഗുണം തമോ ഗുണമൊക്കെ പോയി സത്വഗുണം ഉണരും. അവൻ ഒരു സജ്ജനമായി ഉത്തമ ഭക്തനായി മാറും. ഓരോ കർമ്മം ചെയ്യുന്നവരും അതാത് കർമ്മത്തിൽ അഗ്രഗണ്യന്മാരായി തീരും എന്നതാണ് പൃഥുചരിതം മനനം ചെയ്യുന്നവന് വരുന്ന ഫലശ്രുതിയായിട്ട് പറയുന്നത്. ഇനി ശ്ലോകം 33. ത്രികൃത്വാ ഇതമാകർണ്യ നരഹ നാരി അഥവാ ആദൃത അപ്രജഃ സുപ്രജതമഃ നിർധനാധനവത്തമഃ. ത്രികൃത്വ 3 പ്രാവശ്യം ഇതം ആകർണ്യ ഈ പൃഥുചരിതത്തെ കേട്ടുകഴിഞ്ഞാൽ നരഹ അഥവാ നാരി അത് ആണായാലും പെണ്ണായാലും കണ്ടോ, ഇവിടെ സമയം വ്യത്യാസമൊന്നും പറയുന്നില്ല. പാടില്ലാത്ത സമയം പാടുള്ള സമയം എന്നൊന്നും പറയുന്നില്ല. കണ്ടോ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും 3 പ്രാവശ്യം പൃഥുചരിതത്തെ കേട്ട് മനസ്സിലാക്കി മനനം ചെയ്താൽ ആദൃത വളരെ ആദരവോടുകൂടി ചെയ്താൽ അപ്രജ സന്താനങ്ങളില്ലാത്തവർക്ക് സുപ്രജതമഹ തീർച്ചയായും കുട്ടികളുണ്ടാവും. നിർധന ധനമില്ലാത്തവന് ധനവത്തമ ധനവാനായി തീരും. അസ്പഷ്ട കീർത്തിയില്ലാത്തവന് യശസ്സില്ലാത്തവന് ആരും അറിയപ്പെടാത്തവൻ സുയശഃ കീർത്തിമാനായി തീരും. മൂർഖഃ അക്ഷരമറിയാത്തവൻ പണ്ഡിതഃ ഭവതി പണ്ഡിതനായി തീരുന്നു. ഒരക്ഷരവും അറിയാത്തവൻ മഹാപണ്ഡിതനായി തീരും. അങ്ങനെ ഇതം ഈ പൃഥുചരിതം സ്വസ്ത്യയനം അത്രയും മംഗളത്തെ പുംസാം മനുഷ്യന് നൽകുന്നതാണ്. അതുമാത്രമല്ല അമംഗല്യ നിവാരണം നമ്മളിലേക്ക് എത്തുന്ന അമംഗളകരമായ കാര്യങ്ങളെ വരെ ഇല്ലാതാക്കും, നശിപ്പിച്ചു കളയുന്നതാണ് ഈ പൃഥുചരിതം.
ശ്ലോകം 35. ധന്യം യശസ്യം ആയുഷ്യം സ്വർഗ്യം കലിമലാഭം ധർമാർത്ഥകാമമോക്ഷാണാം സമ്യക് സിദ്ധിം അഭീപ്സുഭി ശ്രദ്ധയാ ഏതത് അനുശ്രവ്യം ചതുർണാം കാരണം പരം. ധനം, പൃഥുചരിതം കേട്ട് പഠിക്കുന്നവന് ധന്യം, ധനം ഉണ്ടാകും, യശസ് വർദ്ധിക്കും, ആയുസ് വർദ്ധിക്കും, സ്വർഗപ്രാപ്തി ഉണ്ടാകും. കലിമലാഭം, കലിയുഗത്തിൻ്റെ മാലിന്യങ്ങൾ അവനെ ബാധിക്കുകയേ ഇല്ല എന്ന് കണ്ടോ. കലിയുഗത്തിൻ്റെ മാലിന്യങ്ങളാകുന്ന ഒരു കാര്യങ്ങളും അവനെ ബാധിക്കുകയില്ല. അതുമാത്രമല്ല, ധർമാർത്ഥ കാമ മോക്ഷാണാം എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങൾ, വേദത്തിൽ പറയുന്ന ആ പുരുഷാർത്ഥങ്ങൾ ധർമ്മമർത്ഥം കാമം മോക്ഷം, ഇത് നാലും സമ്യക് സിദ്ധി, സമ്പൂർണമായി സിദ്ധിക്കണമെന്ന് അഭീപ്സുഭി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധയാ, വളരെ ശ്രദ്ധയോടെ ഈ പൃഥുചരിതത്തെ ശ്രവിക്കണം എന്ന് മനസ്സിലായോ. ഈ വളരെ ശ്രദ്ധയോടെ അനുശ്രാവ്യം, ഇത് പഠിക്കണം, ഇത് ശ്രവിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ചതുർണാം എന്ന് വെച്ചാൽ പുരുഷാർത്ഥങ്ങൾ പറയണ്ടില്ലേ, ധർമ്മമർത്ഥം കാമം മോക്ഷം, ആ നാലിനും കാരണം പരമമായ അവസ്ഥയെ അവന് നേടാൻ കഴിയുന്നു. പൃഥുചരിതം വെറുതെ കേൾക്കുക എന്നല്ലാട്ടോ അത് പറയുന്നതിൻ്റെ അർത്ഥം. മനസ്സുകൊണ്ട് കേട്ട് മനനം ചെയ്യുന്ന ഭക്തൻ പുരുഷാർത്ഥങ്ങൾ നേടണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധാർമ്മികമായി ഭൂമിയിൽ ജീവിച്ച് അർത്ഥവും കാമവും അനുഭവിച്ച് മുക്തിക്കുള്ള യോഗ്യത നേടണം. ഇത് നാലും നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ പൃഥുചരിതം വളരെ ശ്രദ്ധയോടെ നിർബന്ധമായും കേട്ട് പഠിച്ച് മനസ്സിലാക്കി, മനസ്സുകൊണ്ട് കേട്ട് മനസ്സിലാക്കി മനനം ചെയ്തു കഴിഞ്ഞാൽ ഇത് നാലും അല്ല, അതിലും പരമമായ മുക്തിയെ വരെ അവന്, പൃഥു എത്തിയ ആ അവസ്ഥയെ വരെ അവന് പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ശ്ലോകം 36. വിജയാഭിമുഖ രാജ ശ്രുത്വാ ഏതത് അഭിയാദിയാൻ ബലിം തസ്മൈ ഹരന്തി അഗ്രേ രാജാനഃ പൃഥവേ യഥാ. അതായത് വിജയാഭിമുഖ, വിജയം ആഗ്രഹിക്കുന്ന ഒരു രാജാവ് ശ്രുത്വാ ഏതത്, ഈ പൃഥുചരിതം നന്നായി കേട്ട് മനസ്സിലാക്കി, അഭിയാദി എന്നിട്ട് ആരംഭിക്കുക, യാൻ എന്ന് വെച്ചാൽ യുദ്ധം, തൻ്റെ തേരോടിക്കുക. ഒരു യുദ്ധത്തിനായിട്ട് ശത്രുക്കൾക്ക് മുന്നിലേക്ക് തേരോടിച്ച് പോവാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, അതിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു രാജാവ് അത് ചെയ്യുന്നതിന് മുൻപ് പൃഥുചരിതം നന്നായി കേട്ട് മനസ്സിലാക്കി മനനം ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നാ, പൃഥുവേ യഥാ, പൃഥുവിന് എപ്രകാരമാണോ സംഭവിച്ചത്, രാജാന, മറ്റു രാജാക്കന്മാരോട് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല പൃഥുവിന്. എല്ലാവരും പൃഥുവിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പൃഥുവിന് കപ്പം കൊടുത്ത് പൃഥുവിൻ്റെ കീഴിൽ നിൽക്കാൻ തയ്യാറായി മറ്റെല്ലാവരും സ്വയം കീഴടങ്ങി കൊടുത്തവരാണ്. ആരെയും കീഴ്പ്പെടുത്തേണ്ടി വന്നിട്ടില്ല പൃഥുവിന്. എന്നതുപോലെ പൃഥുവേ യഥാ, പൃഥുവിന് എപ്രകാരമാണോ അതുപോലെ രാജാന, മറ്റു രാജാക്കന്മാർ ബലിം തസ്മൈ, ഈ രാജാവിന് തൻ്റെ നികുതിയെ കൊടുത്തിട്ട് ഹരന്തി അഗ്രേ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്നതിന് മുൻപേ തന്നെ അത് കൊടുത്ത് കീഴടങ്ങുന്നു. അത് കാരണം യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഈ പൃഥുചരിതം വായിച്ച് മനനം ചെയ്ത് മനസ്സിൽ ഭക്തിയോടെ അത് ഉറച്ചു വിശ്വസിച്ച് മനനം ചെയ്ത് നിന്നാൽ ആ രാജാവ് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുൻപേ തന്നെ പൃഥുവിൻ്റെ മുന്നിൽ മറ്റു രാജാക്കന്മാർ കീഴടങ്ങിയ പോലെ മറ്റു രാജാക്കന്മാർ വന്ന് കപ്പം കൊടുത്ത് അവർ കീഴടങ്ങി പോകുന്നു ഈ രാജാവിൻ്റെ മുന്നിൽ. യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അത്രയ്ക്കും അനുഗ്രഹം നേടാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ശ്ലോകം 37. മുക്ത അന്യസംഗഃ ഭഗവതി അമലാം ഭക്തി ഉദ്വഹൻ വൈന്യസ്യ ചരിതം പുണ്യം ശൃണുയാത് ശ്രാവയേത് പഠേത്. മുക്ത അന്യസംഗഃ, മറ്റു വിഷയങ്ങളിലൊക്കെയുള്ള സംഘം, അറ്റാച്ച്മെൻറ്റ് വിട്ടിട്ട് ഭഗവതി അമലാം, ഭഗവാനിൽ, അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കട്ട, മറ്റു വിഷയങ്ങളിലൊക്കെയുള്ള എല്ലാ ചിന്തകളും വിടുക. എന്നിട്ട് ഭഗവാനിൽ നിഷ്കളങ്കമായ ഭക്തിയെ ഉദ്വഹൻ, വർദ്ധിപ്പിക്കുക. എന്നിട്ട് വൈന്യസ്യ ചരിതം പുണ്യം നിറഞ്ഞ വേനപുത്രനായ പൃഥുവിൻ്റെ ചരിതത്തെ ശൃണുയാത്, നന്നായി മനസ്സുകൊണ്ട് ശ്രവിക്കുക. എന്നിട്ട് ശ്രാവയേത്, മറ്റുള്ളവരെ അത് ശ്രവിക്കാൻ പ്രേരിപ്പിക്കുക. പഠേത്, നന്നായി മനനം ചെയ്യുക. ഇത് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായ?
മറ്റു വിഷയങ്ങളിലുള്ള ചിന്തയൊക്കെ വിടുക. എന്നിട്ട് ഭഗവാനിലുള്ള നിഷ്കളങ്കമായ ഭക്തിയെ വർദ്ധിപ്പിച്ച് പുണ്യം നിറഞ്ഞ പൃഥുചരിതത്തെ മനസ്സുകൊണ്ട് കേട്ട് മറ്റുള്ളവരെ അത് കേൾക്കാൻ പ്രേരിപ്പിച്ച് അതിനെക്കുറിച്ച് സ്വയം മനനം ചെയ്യൂ എന്ന് വിതുരർക്ക് പറഞ്ഞു കൊടുത്തു. ശ്ലോകം 38. വൈചിത്ര്യ വീര അഭിഹിതം മഹത് മാഹാത്മ്യസൂചകം അസ്മിൻ കൃതമതി മർത്യ പാർത്ഥവീം ഗതിം ആപ്നുയാത്. വൈചിത്ര്യവീര, അല്ലയോ വിചിത്രവീര്യൻ്റെ പുത്ര വിതുരരെ, മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കാൻ കേട്ടാ, അല്ലയോ വിചിത്രവീര്യൻ്റെ പുത്ര വിതുരരെ, അഭിഹിതം ഞാൻ വിശദീകരിച്ചു തന്നു, മഹത് മാഹാത്മ്യം മഹത്തായ മാഹാത്മ്യമുണർത്തുന്ന ഈ പൃഥുചരിതത്തെ അങ്ങേക്ക് ഞാൻ വിശദീകരിച്ചു തന്നു. അസ്മിൻ കൃതമതി, ഈ പൃഥുചരിതത്തിൽ മനസ്സിനെ ബുദ്ധിയെ ഉറപ്പിക്കുക. മർത്യ, അങ്ങനെ ഉറപ്പിക്കുന്ന മനുഷ്യന് പാർത്ഥവീം ഗതിയും ആപ്നുയാത്, പൃഥു ചെന്ന ആ സദ്ഗതിയെ പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ അല്ലയോ വിതുരരെ, മഹത്തായ ആ മാഹാത്മ്യത്തെ ഉണർത്തുന്ന ആ ഭക്തിയുടെ മാഹാത്മ്യത്തെ, അതാണ് മഹത്തായ മാഹാത്മ്യം, നിഷ്കളങ്കമായ സമർപ്പണമാകുന്ന ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ഭക്തിയുടെ മാഹാത്മ്യത്തെ, ആ മാഹാത്മ്യത്തെ ഉണർത്തി തരുന്ന ഈ പൃഥുചരിതം വായിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശരിക്കും മനനം ചെയ്തു കഴിഞ്ഞാൽ, അവൻ്റെ ബുദ്ധി അതിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് പൃഥു എത്തിച്ചേരാൻ സാധിച്ച ആ സദ്ഗതിയെ പ്രാപിക്കാൻ സാധിക്കും. അനുദിനം ഇതം ആദരേണ ശൃണ്വൻ പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഗഃ ഭഗവതി ഭവസിന്ധു പോദപാദേ സ ച നിപുണാം ലഭത്തെ രതിം മനുഷ്യ. അനുദിനം, ദിവസം തോറും, ഇതം ഈ പൃഥുചരിതം ആദരേണ, വളരെ ആദരവോടെ ശൃണ്വൻ, കേൾക്കുക, പൃഥുചരിതം പ്രഥയൻ, അതുപോലെ ഈ പൃഥുചരിതത്തെ പ്രഥയൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, വിമുക്ത സംഗഃ, മറ്റു വിഷയങ്ങളിലൊക്കെ വിട്ടിട്ട് പൃഥുചരിതം നിത്യവും ഇങ്ങനെ ആദരവോടെ കേട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഭഗവതി ഭവസിന്ധു പോദപാദേ, ഭവസിന്ധു സംസാരസാഗരമാകുന്ന ദുഃഖം നിറഞ്ഞ ഈ ലോക ജീവിതത്തിനെ തരണം ചെയ്യാനുള്ള പോദം, വഞ്ചി അല്ലെങ്കിൽ കപ്പലാകുന്ന ഭഗവതീ പാദേ, ആ ഭഗവാന്റെ തൃപ്പാദങ്ങളുണ്ടല്ലോ, ആ പാദങ്ങളെ നിപുണാം, ആ പാദങ്ങളിൽ പൂർണ്ണമായ ഒരു രതി അല്ലെങ്കിൽ അതിലൊരു ശരണാഗതി അടയാനുള്ള ഒരു അത്യധികമായ ഒരു ആഗ്രഹത്തെ മനുഷ്യ ലഭതേ, ആ മനുഷ്യന് ലഭിക്കും. അതാണല്ലോ വേണ്ടത്. അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭഗവാന്റെ സംസാരസാഗരം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, എന്തൊക്കെ ചെയ്തിട്ടും ദുഃഖ നിവാരണം ഉണ്ടാവണില്ല. അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. എന്തൊക്കെ തത്വം നോക്കി, എന്തൊക്കെ നാമം ജപിച്ചു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ വഴിപാട് ചെയ്തു, ഏതൊക്കെ വ്രതം എടുത്തു, ഇതൊക്കെ ചെയ്തിട്ടും ദുഃഖം മാറണില്ല, അസ്വസ്ഥത കിട്ടുന്നില്ല. അതാണ് പറയണേ, ഈ ലോക ജീവിതമാകുന്ന സാഗരം, അതിനെ മറികടക്കാൻ ഒരു വഞ്ചിയേ ഉള്ളൂ. അത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പോയി ശരണം പ്രാപിക്കുക, സമർപ്പണം വയ്ക്കുക. അതാണ് അതിനുള്ള ഒരേ ഒരു മാർഗം. ആ മാർഗം, അപ്പം ആ പാദങ്ങളെ, ആ പാദങ്ങളിലേക്ക് മനസ്സൊന്ന് എത്തണ്ടേ? നമ്മളൊക്കെ മുഖത്തേക്കേ നോക്കുള്ളൂ അല്ലേ? ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ കണ്ണടച്ചാൽ മനസ്സിൽ കാണാൻ കഴിയുന്നത് ആർക്കാണ്? ആ പാദങ്ങളെ, ആ പാദങ്ങളിൽ ശരണമടയാനുള്ള ഒരു അതീവമായ ആകർഷണം, അതിലേക്കൊരു ആകർഷണം അല്ലെങ്കിൽ അതിലേക്കൊരു രതി, അത് ആ പാദങ്ങളിൽ ശരണം പ്രാപിക്കാനുള്ള ഒരു അത്യധികമായ ആകർഷണം, അതിലേക്കൊരു രതി ആ മനുഷ്യന് കിട്ടും. പൃഥുചരിതം ശ്രദ്ധയോടുകൂടി നിത്യവും കേട്ട് മനനം ചെയ്യുന്നവന്. കാരണം പൃഥു ആ അവസ്ഥയെ മനുഷ്യനായി നിന്നുകൊണ്ട് ഭഗവാനായി മാറിയത് ഈ നിഷ്കളങ്കമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പത്നി നിഷ്കാമമായ കർമ്മം ഒന്നുകൊണ്ട് മാത്രമാണ് മനുഷ്യനായി പിറന്ന ഭഗവാനായി മാറിയത്. അപ്പോൾ പൃഥുചരിതം നിത്യവും കേട്ടാൽ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണമടയാനുള്ള ഒരു അത്യധികമായ താല്പര്യം, അതായത് ആ ഭക്തി കിട്ടാൻ ആ നിഷ്കളങ്കമായ ഭക്തി എന്നിൽ ഉണ്ടാവാനുള്ള ഒരു വല്ലാത്തൊരു താല്പര്യവും ആകർഷണവും അല്ലെങ്കിൽ ഒരു രതിയും ആ മനുഷ്യനിൽ തീർച്ചയായും ഉണ്ടാവുമെന്ന് പൃഥുചരിതം കേട്ട് കഴിഞ്ഞാൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷി വിതുരർക്ക് ആ പൃഥുചരിതം പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു അധ്യായത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. മനസ്സിലായി? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ.
കഴിഞ്ഞു കേട്ടോ അവസു മോനെ. എനിക്ക് എത്തണില്ലടാ, എത്തണില്ല. അത് ഓഫ് ചെയ്തോ കഴിഞ്ഞു.